ഹലോ, നമസ്കാരം. ഞായറാഴ്ച ദിവസം ന്യൂറംബർഗിലുള്ള ഒരു ദേവാലയ മുറ്റത്ത് കൗമാരക്കാരായ രണ്ടുപേർ വരികയാണ്. നാണയം മുകളിലേക്ക് എറിഞ്ഞ് ദേവാലയ മുറ്റത്ത് വെച്ച് ഒരു തീരുമാനമെടുക്കുവാൻ. തീരുമാനം ഇതാണ്: മുഴുപട്ടിണിയിലായ ഒരു കുടുംബമാണ് അവരുടേത്. ഈ രണ്ടുപേരും ചിത്രകലയിൽ അതീവ താല്പര്യമുള്ളവരും കഴിവുള്ളവരുമാണ്. ആര് പഠിക്കാൻ പോകണം, ആര് പണിക്ക് പോകണം, ഈ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ദേവാലയ മുറ്റത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തീരുമാനപ്രകാരം ആൽബ്രസ് ഡ്യൂറർ പഠിക്കാൻ പോകുകയും ആൽബർട്ട് പണിക്ക് പോവുകയും ചെയ്യുകയാണ്. വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ ആൽബ്രസ് ഡ്യൂറർ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവനായി ഒരുക്കിയ വിരുന്നിനിടയിൽ അവൻ സഹോദരനോട് പറയുന്നുണ്ട്: ആൽബർട്ട്, ഇനി താങ്കളുടെ ഊഴമാണ്. താങ്കൾ പഠിക്കാൻ പോയിക്കൊള്ളൂ. എനിക്ക് കിട്ടുന്ന ഈ പണം കൊണ്ട് ഞാൻ താങ്കളെ പഠിപ്പിക്കാം. വളഞ്ഞൊടിഞ്ഞ വികൃതമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആൽബർട്ട് പറയുന്നുണ്ട്: ഇനി എനിക്കതിന് സാധിക്കില്ല. ആ കരങ്ങൾ കണ്ടപ്പോൾ ആൽബ്രട്ടിന്റെ മിഴികൾ നിറഞ്ഞൊഴുകുകയാണ്. പിന്നീട് ഒരു രാത്രിയിൽ ആ കരങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു. അവൻ ആ ചിത്രത്തിന് പേരിട്ടത് ഇപ്രകാരമായിരുന്നു: പ്രേയിങ് ഹാൻഡ്സ്, പ്രാർത്ഥിക്കുന്ന കരങ്ങൾ. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലുള്ള കരങ്ങളുണ്ട്, ഇതുപോലുള്ള ജീവിതങ്ങളുണ്ട്. നമുക്കായി ഉരുകിയവർ, നമുക്കായി സഹനങ്ങൾ ഏറ്റെടുത്തവർ, നമുക്കായി വഴിയൊരുക്കിയവർ, നമുക്ക് പിന്നിലെ പ്രാർത്ഥിക്കുന്ന കരങ്ങളെ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ല ഒരു ദിനമാണ് കാത്തിരിക്കുന്നത്. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.